നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി 1982 പുറത്തിറങ്ങിയ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടിയാട്ടിയായൊരു പെൺകുട്ടി. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എൽറിഡ്ജ് ഐസക്സ് ആണ്. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയിരിക്കുന്നത് ചിത്രയാണ്. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം. പെൺകുട്ടി കർത്താവിൻ ഗേഹത്തിൽ വ്രതമിരുന്നു. അവളുടെ ഹൃദയം ഹെർമോൻ മലയിലെ മഞ്ഞിന്റെ തൂവെൺമണിഞ്ഞിരുന്നു. അടിയാട്ടിയായൊരു പെൺകുട്ടി കാലഹരണപ്പെട്ടുപോയ നല്ല വാക്കുകൾ, അർത്ഥസമ്പുഷ്ടമായ പ്രയോഗങ്ങൾ കവിതയിലൂടെ തിരികെ കൊണ്ടുവന്ന അച്ഛന് ഈ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാൻ ഓർക്കുന്നു, നമ്മുടെ പ്രാർത്ഥനയിൽ പോലും കർത്താവിൻ്റെ അടിയാട്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ ദാസിയായിപ്പോ അച്ഛൻ അടിയാട്ടിയിൽ തന്നെ ഉറച്ചു തന്നൊരു പാട്ട് എഴുതിയല്ലോ. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അടിയാട്ടി എന്ന വാക്ക് ഉൾക്കൊള്ളുന്ന അർത്ഥതലങ്ങൾ ഒരിക്കലും ദാസി എന്ന വാക്കിന് ഇല്ല. അതുകൊണ്ട് അടിയാട്ടിയുടെ ബദലായിട്ട് അല്ലെങ്കിൽ പകരമായിട്ട് അല്ലെങ്കിൽ പര്യായപദമായിട്ട് ദാസി എന്ന വാക്ക് നിൽക്കില്ല. കാരണം അടിയാട്ടി, അടിയാളൻ അല്ലെങ്കിൽ അടിയാൻ എന്നൊക്കെ പറഞ്ഞാൽ അടിമ കച്ചവടം ഉണ്ടായിരുന്ന കാലത്ത് രൂപപ്പെട്ടൊരു വാക്കാണ്. അപ്പോൾ അടിമ കച്ചവടം നടക്കുന്ന കാലത്ത് ഒരു വ്യക്തി ഒരു അടിമയെ വാങ്ങുന്നു. അതൊരു പ്രോപ്പർട്ടി പോലെയാണ്. എന്ന് പറഞ്ഞാൽ അടിമയ്ക്ക് പിന്നെ സ്വന്തമായ ഒന്നുമില്ല. ഉടമസ്ഥൻ എന്താഗ്രഹിക്കുന്നോ അത് അടിമ ചെയ്യുന്നു, അല്ലെങ്കിൽ അടിമ അതിനുവേണ്ടി നിലകൊള്ളുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ അടിയാട്ടി എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയില്ല. അതൊക്കെ ഒരു കൊള്ളരുതാത്ത ഒരു ആശയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ മാറ്റി. പക്ഷേ ദാസി എന്ന വാക്കിന് ഉള്ള അർത്ഥം മറ്റൊന്നാണ്. ഒരു കോൺട്രാക്റ്റിലൂടെ ഒരാൾ ദാസ്യവേലയ്ക്ക് വേണ്ടി ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുകയാണ്. ആ എഗ്രിമെൻ്റ് അനുസരിച്ച് ജോലി ചെയ്യുന്നു, അതിൻ്റെ പ്രതിഫലം പറ്റുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രീയാണ്. അപ്പം അങ്ങനെ ഒരു ദാസിയുടെ അവസ്ഥ അല്ലത്. മാതാവിനെ സംബന്ധിച്ച് അടിയാട്ടിയായ ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ, എൻ്റെ മേൽ സകല അധികാരവും നിനക്ക് എന്നെക്കൊണ്ട് എങ്ങനെ പ്രയോജനപ്പെടുമോ അതിനൊക്കെ ഞാൻ എന്നെ വിട്ടു തരുന്നു. ആ രീതിയിലുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ് അത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അടിമത്തം, അടിയാട്ടി ഇതൊക്കെ ഇന്നും നമുക്ക് സ്വീകാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നല്ല ഒരാളിൻ്റെ അടിമയാവുക എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥം. ഈ അടിയാട്ടി ആവുക എന്ന് പറഞ്ഞാൽ ബലപ്രയോഗത്തിലൂടെ സംഭവിക്കുന്നതല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം എന്താ, സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ സ്വാതന്ത്ര്യത്തെ വിനിയോഗിച്ചുകൊണ്ട് ഒരാൾ തന്നെ അടിയാട്ടിയായിട്ട് സമർപ്പിക്കുക. അപ്പോൾ അവിടെ ഒരിക്കലും അടിമത്തമല്ല. കാരണം എന്താ, ഇത് സ്വതന്ത്രമായി തൻ്റെ സ്വാതന്ത്ര്യത്തെ വിനിയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു കമ്പൽഷനും ഇല്ല. താൻ വിട്ടുകൊടുക്കുകയാണ്. ആർക്കാണ് വിട്ടുകൊടുക്കുന്നത്? ഏറ്റവും പരിശുദ്ധനായവനും ഏറ്റവും നല്ലവനായവനും ദൈവമായ കർത്താവിനാണ് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ നല്ലവനായവൻ്റെ കരങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നന്മ മാത്രമേ അവിടുന്ന് ഉണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പുണ്ട്. ആ ഉറപ്പിൽ നിന്നുകൊണ്ടാണ് ഈ വിട്ടുകൊടുക്കൽ.
അങ്ങനെ ആരെങ്കിലും വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് അവരിൽ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ദൈവത്തിന് എന്നും പ്രവർത്തിക്കാൻ ആളുകളെ ആവശ്യമുണ്ട്. ദൈവം നേരിട്ട് ഒന്നും ചെയ്യുന്നില്ല. ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനിലൂടെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇവിടെ സമർപ്പിതരെ ആവശ്യമുണ്ട്, വിട്ടുകൊടുക്കപ്പെടുന്നവരെ ആവശ്യമുണ്ട്. അപ്പം മനുഷ്യാവതാരം എന്ന മഹാസംഭവത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മനുഷ്യനായ ദൈവത്തിന് അവതരിക്കണമെങ്കിൽ പോലും സ്വതന്ത്ര മനസ്സോടെ ഒരു പെൺകുട്ടി തന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഒരു ദാസിയെപ്പോലെ അല്ല, ഒരു അടിമയെപ്പോലെ വിട്ടുകൊടുക്കണം. ആ വിട്ടുകൊടുക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് ഇടപെടാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് മോശമായിട്ടൊന്നുമില്ല. അതിൻ്റെ ഈ പല്ലവി തന്നെ മാതാവിൻ്റെ ആ ക്വാളിറ്റിയെ പറ്റി, സ്വഭാവ നൈർമല്യത്തെ പറ്റി അച്ഛനെ ഉപമിച്ചിരിക്കുന്നത് ഹെർമോൺ മലയിലെ മഞ്ഞും മഞ്ഞിൻ്റെ തൂവെണ്മ. അതിനെന്താ ചെയ്യും ഹെർമോൺ മലയിലെ മഞ്ഞിൻ്റെ? കാരണം അത് ബൈബിളിൽ ഉടനീളം, പഴയ നിയമത്തിലൊക്കെ ഉടനീളം നൈർമല്യത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം മഞ്ഞിൻ്റെ നൈർമല്യം. അത് വെറും മഞ്ഞല്ല, ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലത്തെ ഒരു മലയിലെ, മല എന്ന് പറയുന്നത് എപ്പോഴും ദൈവസാന്നിധ്യത്തിൻ്റെ, ദൈവത്തെ കണ്ടുമുട്ടുന്നതിൻ്റെയൊക്കെ പ്രതീകമാണല്ലോ. എപ്പോഴും മലയിലാണ് ദൈവം മനുഷ്യനുമായിട്ട് കണ്ടുമുട്ടിയതായിട്ട് നമ്മൾ കാണുന്നത്. മോശ മലയിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടി. ഈശോ ഒരു മലയിൽ വെച്ച് ഗിരിപ്രഭാഷണം നടത്തി. അതുപോലെ തന്നെ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവിടെ ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ മല എപ്പോഴും വിശുദ്ധിയുടെ പ്രതീകമാണ്, ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ചില മലകളുണ്ട്. അത് വിശുദ്ധിയുടെ അല്ലെങ്കിൽ നൈർമല്യത്തിൻ്റെ, ഒരു കളങ്കമില്ലായ്മയുടെയൊക്കെ. അപ്പോൾ കാർമൽ മലയും ഹെർമോൻ മലയൊക്കെ അത്രയും പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ബൈബിളിലുടനീളം നമ്മൾ കാണുന്ന ഒരു പ്രതീകമാണ് മഞ്ഞിൻ്റെ തൂവെണ്മ, അതിൻ്റെ പരിശുദ്ധി. അത് ഹെർമോൻ മലയിലെ മഞ്ഞൂടെ ആകുമ്പോഴേക്കും ഒന്നുകൂടെ പവിത്രമാണ്. അതെ അതെ. എന്ന ഒരു ആ പ്രതീകത്തെ നമ്മൾ ഉപയോഗിച്ചു. ബൈബിളിലൂടെ ലോകത്തിന് കിട്ടിയ ഒരു പ്രതീകമാണത്. ആ പ്രതീകത്തെ ഉപയോഗിച്ചു. അപ്പോൾ ഈ രണ്ടും കൂടെ കൂടുമ്പോൾ ഒരു പാശ്ചാത്യ പൗരസ്ത്യ സമന്വയം അതിനകത്ത് നടന്നിട്ടുണ്ട്. അടിയാട്ടി എന്നുള്ള വാക്ക് തികച്ചും നമ്മുടെ വാക്കാണല്ലോ. അതിനകത്ത് പ്രത്യേകത, അടിയാട്ടി എന്നുള്ളത് ഒരു വാക്ക്, ആ വാക്കൊരു അർത്ഥം കൊണ്ടിരുന്നു, ആശയം കൊണ്ടിരുന്നു. മറ്റേതൊരു ബിംബം കൊണ്ടിരുന്നു. അത് തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്. ഒരു ഇമേജറിയാണ് കൊണ്ടിരുന്നത്. ഈ ഹെർമോൻ മലയിലെ തൂമഞ്ഞ് എന്ന് പറയുന്നത് മാതാവിൻ്റെ പരിശുദ്ധിയെ. അതെ അതെ അതെ. നമുക്ക് ഇതിൻ്റെ അനുപല്ലവി ഒന്ന് കേട്ട് നോക്കാം. മാതാവിനെ കുറിച്ച് പല്ലവിയിൽ നമ്മൾ പറഞ്ഞു വെച്ചത്, അടിയാട്ടിയായ ഒരു പെൺകുട്ടി കർത്താവിൻ ഗേഹത്തിൽ തപസ്സിരുന്നു എന്നാണ്. തപസ്സിരിക്കുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞുകൂടുക, ദൈവസാന്നിധ്യത്തിൽ കഴിഞ്ഞുകൂടുക. പ്രായശ്ചിത്തവും തപസ്സും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി മാറി നിൽക്കപ്പെട്ടവളാണ് അവൾ. മാതാവിൻ്റെ അപ്പനും അമ്മയും ജോവാക്യമും അന്നയും മാതാവിനെ ദേവാലയത്തിൻ്റെ പരിസരത്തിലാണ് വളർത്തിയത്. അപ്പോൾ അത്രമാത്രം അവൾ പവിത്രതയിൽ വളരണമെന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായിരുന്നു. കാരണം അവർക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു, തൻ്റെ മകളെ എന്തിനോ വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്, രക്ഷാകരമായ ദൈവ പദ്ധതിയിൽ ഇവൾക്കൊരു സ്ഥാനമുണ്ട് എന്നുള്ളൊരു അവബോധം.
വിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പവിത്രമായ ദേവാലയ അന്തരീക്ഷത്തിൽ വളരെ സംരക്ഷണത്തിൽ വളർത്തപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവൾ തപസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു തപസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്കറിയാമല്ലോ. തപസ് എപ്പോഴും ശക്തി കൊണ്ടിരുന്നതാണ്. അപ്പോൾ കന്യാവ്രതത്തിൻ്റെ ജ്വാലയിൽ ഒരു നാൾ കർത്താവിൻ്റെ മാലാഖ പറന്നിറങ്ങിയെന്നാണ് പറയുന്നത്. അതിന് വല്ലവില്ലേ എന്ന് പറഞ്ഞാൽ തപസ്സിൻ്റെ ബലം ഒരു വ്യക്തിയെ തപസ് സ്ഫുടം ചെയ്യുന്നുണ്ട്. അപ്പോൾ തപസ്സും പ്രായശ്ചിത്തം എല്ലാം നമ്മളെ സ്ഫുടം ചെയ്ത് നമ്മളിൽ നിന്ന് ഒരു ഹാലോ അല്ലെങ്കിൽ ഒരു പരിവേഷം ഒരു മനുഷ്യന് ചുറ്റും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മാലാഖായ്ക്ക് പറന്നിറങ്ങാൻ തക്കവിധമുള്ള, സമീപിക്കാൻ തക്കവിധമുള്ള ഒരു പരിശുദ്ധി ഈ വ്യക്തിയുടെ ചുറ്റും ഒരു അന്തരീക്ഷമായി നിൽക്കുന്നു. ഭൂമിക്കൊരു അന്തരീക്ഷം ഉള്ളതുപോലെ വിശുദ്ധയായ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ വിശുദ്ധർക്ക് അവരുടേതായ ശരീരത്തിന് ചുറ്റും ഒരു അന്തരീക്ഷം, വിശുദ്ധിയുടെ ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷം വാസ്തവത്തിൽ ഒരു മാലാഖയ്ക്ക് പറന്നിറങ്ങാൻ പറ്റിയ ഒരു അനുകൂലമായ സാഹചര്യമാണ്. അപ്പോൾ കന്യാവ്രതത്തിൻ്റെ ജ്വാല എന്ന് പറയുമ്പോൾ തന്നെ വ്രതം അനുഷ്ഠിച്ച് ജ്വലിക്കുകയാണ് അവൾ. അപ്പോൾ ശരീരം മുഴുവനും പ്രസരിപ്പിക്കുകയാണ്, വിശുദ്ധി പ്രസരിപ്പിക്കുന്നു. എല്ലാ തരത്തിലും അവൾ ഒരു വിശുദ്ധിയെ, ഒരു നന്മയെ പ്രസരിപ്പിക്കുന്നുണ്ട്. അതിലേക്കാണ് മാലാഖ വരുന്നത്. അങ്ങനെ മാലാഖ വന്നിറങ്ങിയിട്ട് ഒരു മംഗളവാർത്ത പറയാണ്. എന്താണ്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന മംഗളവാർത്തയാണ്. ആ മംഗളവാർത്ത കേട്ടിട്ട് പിന്നെ എങ്ങനെയാണ് മാതാവ് പ്രതികരിക്കുന്നതെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് കവിതയിലൂടെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ വരച്ചു വെച്ചു എന്നേ ഉള്ളൂ. ഈ ജ്വാലയായി പരിശുദ്ധാത്മാവ് പറന്നിറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഒരു തീജ്വാലയുടെ ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് ആദ്യം കേട്ടപ്പോൾ തോന്നുന്നത്. ഇപ്പോഴാണ് കുറച്ചുകൂടെ ക്ലിയർ ആയത്. ആ പരിശുദ്ധിയുടെ വിശുദ്ധിയിൽ ജ്വലിക്കുകയാണ്, ഒരു പരിവേഷമാണ്. അപ്പോൾ ഒരു വിശുദ്ധനായൊരു വ്യക്തിയെ ചുറ്റിപ്പറ്റി ഒരു വിശുദ്ധിയുടെ ജ്വലനം നടക്കുന്നു. അതിനാണ് ഈ വിശുദ്ധരുടെ പടമൊക്കെ വരയ്ക്കുമ്പോൾ നിമ്പ് ഒക്കെ വരയ്ക്കുന്നത് ഒരു മഞ്ഞ ഒരു പരിവേഷം അല്ലേ? അതിനാ മലയാളത്തിൽ പരിവേഷം എന്ന് പറയുന്നത്. ഹാളോ എന്ന ഇംഗ്ലീഷ് വാക്ക്. അതെ. അപ്പോൾ അത് നിസ്സാരമായിട്ട് അല്ല, അങ്ങനെ അത് ഉള്ളതാണ് എന്നാണ് വിശ്വസനീയമായ രീതിയിൽ. ഈ ഓറ എന്നൊക്കെ പറയണത് അത് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട. അതായത് അപ്പോൾ അതിലേക്ക് മാലാഖ വന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണല്ലോ മാലാഖ. അതെ, ദൈവത്തിൻ്റെ സന്ദേശമാണല്ലോ മാലാഖ നൽകുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ തക്ക വിധം ഒരു വ്യക്തി ഒരുങ്ങി എന്നുള്ള ഒരു വലിയ കാര്യം അതിനകത്തുണ്ട്. അതുകൊണ്ട് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ദൈവത്തിന് ഒരു കാര്യമുണ്ട്. ആ വ്യക്തിയെ കൊണ്ട് ദൈവത്തിനൊരു കാര്യം ചെയ്യാനുണ്ട്. ആ കാര്യം ചെയ്യണമെങ്കിൽ ദൈവം ആ വ്യക്തിയെ സന്ദേശത്തിലൂടെ അറിയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി വ്രതം നേർന്നിരിക്കുന്ന, തപസ്സിരിക്കുന്ന ഒരു ജീവിത അവസ്ഥ ഉണ്ടാകണമെന്നുള്ളതാണ്. നമുക്കിതിൻ്റെ ചരണവും കൂടി ഒന്ന് കേട്ട് നോക്കാം. പുരുഷനെ അറിയാത്ത കന്യകയെങ്ങനെ അവതാര ശിശുവിൻ്റെ അമ്മയാകും? പുരുഷനെ അറിയാത്ത കന്യകയെങ്ങനെ അവതാര ശിശുവിൻ്റെ അമ്മയാകും? അവളുടെ ഗദ്ഗദം സമ്മതമായപ്പോൾ വചനം മാംസമായി അവതരിച്ചു. ദൈവം മനുഷ്യനായി അവതരിച്ചു. അടിയാട്ടിയായൊരു പെൺകുട്ടി കർത്താവിൻ ഗേഹത്തിൽ വ്രതമിരുന്നു. അവളുടെ ഹൃദയം ഹെർമോൻ മലയിലെ മഞ്ഞിന്റെ തൂവെണ്മ അണിഞ്ഞിരുന്നു. അടിയാട്ടിയായൊരു പെൺകുട്ടി. ഇവിടെ അവളുടെ ഗദ്ഗദം സമ്മതമായപ്പോൾ എന്ന് പറയുമ്പോൾ
അവൾക്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലായി. മനസ്സിലായിട്ടുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, പുരുഷനെ അറിയാത്ത കന്യക എങ്ങനെ, അല്ലെങ്കിൽ പുരുഷനെ അറിയാതെ കന്യക എങ്ങനെയാണ് ഈ അവതാര പുരുഷൻ്റെ അമ്മയാകുന്നത്. പക്ഷേ മാലാഖ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും, അതുകൊണ്ട് പിറക്കാനിരിക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്രനായിരിക്കും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും അവളങ്ങോട്ട് അത് വിശ്വസിച്ച് തന്നെ സമർപ്പിക്കുകയാണ്. നിൻ്റെ വചനം പോലെ, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിച്ചുകൊള്ളട്ടെ. നിനക്ക് എന്തൊക്കെയാണോ എന്നിൽ സംഭവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയാണ്. അവളുടെ ഗദ്ഗതം സമ്മതമായപ്പോൾ എന്ന് പറഞ്ഞാൽ മാനുഷികമായ രീതിയിൽ അവൾ ഗദ്ഗതപ്പെടുന്നുണ്ട്. കാരണം പുരുഷനറിയാതെ വിവാഹം നടക്കുന്നതിന് മുമ്പേ ഒരു പെൺകുട്ടി ഗർഭവതിയായാൽ എന്തൊക്കെയാണ് സംഭവിക്കാവുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിചാരം അവൾക്കുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയുമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ കർത്താവിനാണ്. അതുകൊണ്ട് കർത്താവിന് എന്നിൽ എന്തൊക്കെ പ്രവർത്തിക്കണം അതൊക്കെ പ്രവർത്തിക്കട്ടെ. ഫിയാത്ത് എന്ന ഒരു ലത്തീൻ വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കൽ. ഈ വിട്ടുകൊടുക്കൽ നടക്കുമ്പോൾ ദൈവത്തിന് അവിടെ കടന്നു വരാൻ പറ്റും, ദൈവത്തിന് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റും. എവിടെയെല്ലാം മനുഷ്യൻ വൻകാര്യങ്ങൾ ദൈവരാജ്യത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ആരുടെയെങ്കിലും ഒരു വിട്ടുകൊടുക്കലിൻ്റെ ഒരു സംഭവമുണ്ട്. ആ വിട്ടുകൊടുക്കൽ നടന്നിടത്ത് മാത്രമേ ദൈവം ഇടപെട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ദൈവിക പദ്ധതികൾ നടക്കാതെയും പോകുന്നുണ്ട്. കാരണം വിട്ടുകൊടുക്കാതെ തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവരുണ്ട്. അവർക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, ജീവിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരിലൊക്കെ നടക്കേണ്ട ദൈവിക പദ്ധതികൾ നടക്കാതെ പോകുന്നുണ്ട്. അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അച്ഛനോട് ചോദിക്കാനായിട്ട് ഈ ചരണത്തിലോട്ട് വന്ന് ചോദിക്കണം എന്ന് വിചാരിച്ച അവളുടെ ഗദ്ഗതം സമ്മതമായത് അത് വളരെ പോയറ്റിക്കലാണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോഴും അച്ഛൻ ഇങ്ങോട്ട് അവളുടെ ഗദ്ഗതം എന്ന് പറഞ്ഞത് ശരിയല്ലേ? ഇത് അവൾക്കൊരു ഗദ്ഗതം ഉണ്ട്. ഒരു സോഷ്യൽ പ്രഷർ ഉണ്ടല്ലോ ചുറ്റും. സാമൂഹ്യ വ്യവസ്ഥിതിക്ക് എതിരായിട്ടൊരു കാര്യം സംഭവിക്കുന്നു. അപ്പോൾ അതെങ്ങനെ അന്നത്തെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ വ്യവസ്ഥിതി അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാവുന്ന ഒരു കുറ്റമാണ് ചെയ്യുന്നത്. അതെ അതെ, ഒരു കുറ്റം ആരോപിക്കപ്പെടാം. എന്തും ആയിക്കോട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണല്ലോ ഞാൻ എന്നെ സമർപ്പിക്കുന്നത്, കർത്താവിൻ്റെ കരങ്ങളിലേക്കാണല്ലോ. അതുകൊണ്ട് കർത്താവ് നോക്കിക്കോളും എന്ന അവസാന വാക്ക് അല്ലെങ്കിൽ അവസാന ചിന്ത, അവിടെയാണ് ആശ്വാസവും സമാധാനവും കണ്ടെത്താനായിട്ട് ഒരാൾ സാധിക്കുന്നത്. നമ്മുടെ സംഗീത സംവിധായകനും ആ സ്ഥലത്ത് ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഗദ്ഗതത്തിൻ്റെ അവളുടെ ഗദ്ഗതം സമ്മതമായി എന്ന് പറഞ്ഞു. ആ ഒരു മൂഡ് മാറ്റി വേറൊരു കോഡിലോട്ട് മൈനർ കോഡൊക്കെ ഉപയോഗിച്ച് പുള്ളി അത് ചെയ്തപ്പോൾ മാതാവിൻ്റെ ആ ഫീലിംഗ് നന്നായിട്ട് അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേട്ട് നോക്കാം അച്ഛൻ. പെൺകുട്ടി കർത്താവിൻ ഗേഹത്തിൽ വ്രതമിരുന്നു. അവളുടെ ഹൃദയം ഹെർമോൻ മലയിലെ മഞ്ഞിന്റെ തൂവെണ്മ അണിഞ്ഞിരുന്നു. അടിയാട്ടിയായൊരു പെൺകുട്ടി കർത്താവിൻ ഗേഹത്തിൽ വ്രതമിരുന്നു.
പെൺകുട്ടി പുരുഷനെ അറിയാത്ത കന്യകയെങ്ങനെ അവതാര ശിശുവിൻ്റെ അമ്മയാകും? പുരുഷനെ അറിയാത്ത കന്യകയെങ്ങനെ അവതാര ശിശുവിൻ്റെ അമ്മയാകും? അവളുടെ ഗദ്ഗതം സമ്മതമായപ്പോൾ വചനം മാംസമായി അവതരിച്ചു. ദൈവം മനുഷ്യനായി അവതരിച്ചു. അടിയാട്ടിയായൊരു പെൺകുട്ടി കർത്താവിൻ ഗേഹത്തിൽ വ്രതമിരുന്നു. അവളുടെ ഹൃദയം ഹെർമോൻ മലയിലെ മഞ്ഞിന്റെ തൂവെണ്മ അണിഞ്ഞിരുന്നു. അടിയാട്ടിയായൊരു പെൺകുട്ടി. പാട്ട് മുഴുവനായിട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയവും കൂടെ ഉണ്ട്. അവളുടെ ഗദ്ഗതം ഒരു സമ്മതമായിട്ട് പോയറ്റിക്കലായിട്ട് അച്ഛൻ സമർത്ഥിച്ചു. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മാതാവൊന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ ഒരു അവിശ്വാസത്തിൻ്റെ ഒരു ചെറിയൊരു ലാഞ്ചനമാതിരി ഞങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെ തോന്നാവുന്ന ഒരു വാക്കാണത്. പക്ഷേ മറിയത്തിൻ്റെ ആത്മാർത്ഥത, നിഷ്കളങ്കതയിൽ നിന്ന് വരുന്ന ഒരു ഒരു ചോദ്യം. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ടൊരു മറുപടി ദൈവദൂതൻ കൊടുക്കുന്നത്. ദൈവദൂതൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കുക എന്ന് തന്നെ വിചാരിച്ചാൽ മതി. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേലെ ആവസിക്കും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്ന് പ്രവർത്തിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതേ. അപ്പോൾ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായി നിഷ്കളങ്കതയോടുകൂടി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് വിശ്വാസക്കുറവല്ല, പക്ഷേ ചോദിക്കാവുന്നതാണ്. അതിന് വേറൊരു കാരണങ്ങളുണ്ട്. ഇതേ ചോദ്യം തന്നെ സക്കറിയ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ ഭാര്യ എലീശബ ഒരു പുത്രനെ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞപ്പം സക്കറിയ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഒരേ വാക്കുകൾ തന്നെയാണ്. ഞാൻ പ്രായം കടന്നവനാണല്ലോ, എൻ്റെ ഭാര്യയും വാർദ്ധക്യത്തിൽ ആണല്ലോ, വേറെ നേരം ഉണ്ടായിരുന്ന കാലത്ത് പോലും കുട്ടികളുണ്ടായിട്ടില്ല, എന്നിട്ട് ഈ വാർദ്ധക്യത്തിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനകത്ത് വിശ്വാസമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ എബ്രാഹാം എന്ന വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യന് അല്ലേ, സാറായി എന്ന ഒരു വൃദ്ധയിൽ, അതും വന്ധ്യയായ വൃദ്ധയിലാണ് ആ കുലം ആരംഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ നമുക്ക് അവിശ്വാസം കാണാം. പക്ഷെ മാതാവിൽ ഒരു അവിശ്വാസം നമുക്ക് ഒരു അത്ഭുതത്തോടു കൂടി ചോദിച്ചാൽ അതുകൊണ്ടാണ് ആ മറുപടി. അത് ക്ലിയർ അയച്ചു. എത്രയൊക്കെ ആണെങ്കിലും 30 വർഷം പുറകോട്ട് ഞങ്ങളെ കൊണ്ടുപോയി ഇത്രയും നല്ലൊരു രചന, അതായത് ഹെർമോൺ മനയിലെ മഞ്ഞും ഭാരതത്തിൻ്റെ ഒരു പ്രത്യേക വാക്കായ അടിയാട്ടിയൊക്കെ ചേർത്ത് മാതാവിൻ്റെ ആ വിശുദ്ധിയെ മുഴുവനായിട്ട് കാണിച്ച ഈ മനോഹര രചനയ്ക്ക് അച്ഛന് നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി.